ഓം നമഃശിവായ. നാം ഇന്ന് ജ്യോതിഷത്തിൻ്റെ 24-ാമത്തെ വീഡിയോയെക്കുറിച്ചാണ് പറയുന്നത്. ഇതിൻ്റെ നമ്മൾ മുഴുവനും ആ വീഡിയോ കണ്ടെങ്കിൽ മാത്രമേ അതിനുള്ള കാര്യങ്ങൾ പൂർണ്ണമായി മനസ്സിലാക്കുവാൻ സാധിക്കുകയുള്ളൂ. കുറച്ച് ഭാഗം കണ്ടിട്ട് നിർത്തി പോകരുത് എന്നൊരു അഭ്യർത്ഥനയുണ്ട്. അതുപോലെ തന്നെ ഈ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുവാനും ബെല്ലൈക്കൻ അമർത്തുവാനും ഷെയർ ചെയ്യുവാനും ലൈക്ക് ചെയ്യുവാനും മറക്കരുത് എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് തുടങ്ങാം. അതിൻ്റെ വിവാഹ യോഗത്തെക്കുറിച്ചാണ് നമുക്ക് ആദ്യമേ ചിന്തിക്കേണ്ടത്. വിവാഹ യോഗമുണ്ടോ ഒരു ജാതകത്തിൽ? ലഗ്നാൽ പുത്രകളത്രവേ ശുഭതിപ്രാപ്തോ അഥവാലോഹിതോ ചന്ദ്രസ്ഥോ ഇതി ചന്ദ്രദസ്തി തയോർജിതോ അന്യതാ സംഭവ പാർത്ഥാനോദയോ രവോ രവിസുതോ മീനസ്ഥിതോ ദാരഹ പുത്രസ്ഥാനഗതോ പുത്രോ പുത്രമരണം പുത്ര രക്ഷ്യതി. എല്ലാമാണ് നമുക്ക് ഇനി ചിന്തിക്കേണ്ടത്. ലഗ്നത്തിൽ നിന്നും അഞ്ചാം ഭാവാധിപൻ അഞ്ചിലേക്ക് നോക്കുകയും അല്ലെങ്കിൽ ശുഭഗ്രഹം അഞ്ചിലേക്ക് വീക്ഷിക്കുകയും ചെയ്തെങ്കിൽ മാത്രമേ പുത്രസമ്പത്ത് ഉണ്ടാകുകയുള്ളൂ. അതുപോലെ തന്നെ ലഗ്നത്തിൽ നിന്നും 7-ാം ഭാവാധിപൻ 7ലേക്ക് നോക്കുകയും ശുഭഗ്രഹം 7-ാം ഭാവാധിപൻ 7ലേക്ക് നോക്കുകയോ ഒരു ശുഭഗ്രഹം 7ലേക്ക് നോക്കുകയോ ചെയ്തെങ്കിൽ മാത്രമേ ഭാര്യാസമ്പത്ത് ഉണ്ടാകുകയുള്ളൂ. അല്ലെങ്കിൽ പുത്രസമ്പത്തും ഭാര്യാസമ്പത്തും ഉണ്ടാകുകയില്ല. ഇനി നമ്മൾക്ക് രാശിപ്പൊരുത്തങ്ങളെ കുറിച്ചാണ് നോക്കേണ്ടത്. രാശിപ്പൊരുത്തങ്ങൾ 10 നമുക്കറിയാം. രാശ്യാധിപൻ, വശ്യം, മഹീന്ദ്രം, ഗണം, യോനി, ദിനം, ശ്രീദീർഘം, അതുപോലെ തന്നെ മധ്യമരുചു, വേദം. ഇവയെല്ലാമാണ് 10 പൊരുത്തങ്ങൾ. അതിൽ പ്രധാനമായിട്ടും രാശിപ്പൊരുത്തങ്ങളെ കുറിച്ച് നോക്കാം. രാശിപ്പൊരുത്തം എന്ന് പറയുമ്പോൾ എന്താണ് നമ്മളതിനകത്ത് ഉദ്ദേശിക്കുന്നത്? പ്രധാനമായിട്ടും പറയുന്നത് അതിൽ സ്ത്രീയുടെയും പുരുഷൻ്റെയും കൂറുകൾ ഒരേ കൂറിലായിരിക്കുകയാണെങ്കിൽ അത് വളരെ ഉത്തമമായിരിക്കും. അതുപോലെ തന്നെ അതിൽ 2 നക്ഷത്രങ്ങളായിരിക്കുകയും ചെയ്താൽ ഗുണമായിരിക്കും, അത് ഉത്തമമായിരിക്കും. സ്ത്രീയുടെ ജന്മത്തിൽ നിന്ന് 7 മുതൽ 12 വരെ ഉള്ള രാശികളിൽ പുരുഷൻ്റെ ജാതകത്തിൽ ചന്ദ്രൻ നിന്നാൽ അത് ഉത്തമമായിരിക്കും. ഇനി ഇത് കൂടാതെ കൊണ്ട് തന്നെ സ്ത്രീയുടെ ജാതകത്തിൽ നിന്നും 3, 5, 2 എന്നീ കൂറുകളിൽ ജനിച്ച പുരുഷൻ ഉത്തമനായിരിക്കും. സ്ത്രീയുടെ കൂറിൽ നിന്നും 5, 3, 2 എന്നീ കൂറുകളിൽ ജനിച്ച പുരുഷൻ വർജ്യനായിരിക്കും, അത് സ്വീകരിക്കുവാൻ പാടില്ല. 8-ാം കൂറിൽ നിൽക്കുന്ന പുരുഷനും മധ്യവുമായി സ്വീകരിക്കാം. എന്നാൽ സ്ത്രീയുടെ ഇടവം രാശിയാണെങ്കിൽ, അത് ഓജരാശി ഇടവം രാശിയാണെങ്കിൽ, അതുപോലെ തന്നെ അത് കർക്കിടകവും ഇടവവും ഓജരാശികളാണ്. അതിൽ നിന്നും പുരുഷ ജാതകത്തിൽ 6-ാം കൂറുകാരനെ നമ്മൾ വർജ്യനാകുന്നു. അതുകൂടാതെ കൊണ്ട് തന്നെ മിഥുനം, അതുപോലെ തന്നെ മേടം, ഈ രാശികളെല്ലാം തന്നെ യുഗ്മരാശികളാണ്. അതിൻ്റെ 6-ാം കൂറിൽ നിൽക്കുന്ന പുരുഷൻ മധ്യമമായിട്ട് എടുക്കാം. ഇനി ഇങ്ങനെ രാശിപ്പൊരുത്തമില്ല എങ്കിൽ നമ്മൾക്ക് എങ്ങനെയാണ് ഒരു ജാതകം ചേർക്കുവാൻ സാധിക്കുന്നത്? അതിന് ദമ്പതിമാരുടെ വയസ്സോളം സംഖ്യയിൽ വരുന്ന ദൈർഘ്യത്തിൽ ശ്രീപാർവതി പരമേശ്വര പ്രതിമ സ്വർണത്തിലുണ്ടാക്കി അത് പ്രാണപ്രതിഷ്ഠ നടത്തി അത് ബ്രാഹ്മണന് ദാനം ചെയ്യുക, അതിനുള്ള പ്രതിവിധിയാണ്. ഇനി നമ്മൾക്ക് അടുത്തതായി നോക്കേണ്ടത് രാശാധിപ യോഗമുണ്ടോ എന്നാണ്.
അത് സ്ത്രീയുടെയും പുരുഷൻ്റെയും ജാതകം തമ്മിൽ ചേർക്കുമ്പോൾ ജന്മാധിപന്മാർ ഒന്നു തന്നെയായിരുന്നാൽ ജാതകം ചേർക്കാവുന്നതാണ്. അതുപോലെ ജന്മാധിപന്മാർക്ക് ബന്ധങ്ങളുണ്ടെങ്കിൽ, ബന്ധുക്കളാണെങ്കിലും അത് നമുക്ക് ചേർക്കാവുന്നതാണ്. എന്നാൽ ഇത് കൂടാതെ കൊണ്ട് തന്നെ അതിൻ്റെ ബന്ധങ്ങൾ എങ്ങനെയാണ് നമ്മൾ നോക്കേണ്ടത്. അതായത് സൂര്യന് വ്യാഴവും, അതുപോലെ ചന്ദ്രന് ബുധനും ശുക്രനും, അതിൽ കുജന് ബുധനും, ഇനി ബുധന് സൂര്യനൊഴിച്ചുള്ള മറ്റ് ഗ്രഹങ്ങളെല്ലാം തന്നെയും, വ്യാഴത്തിന് കുജനൊഴിച്ചുള്ള മറ്റ് ഗ്രഹങ്ങളെല്ലാം തന്നെയും, ശുക്രന് സൂര്യചന്ദ്രന്മാരൊഴിച്ചുള്ള മറ്റ് ഗ്രഹങ്ങളെല്ലാം തന്നെയും, ശനിക്ക് സൂര്യചന്ദ്ര കുജന്മാരൊഴിച്ചുള്ള മറ്റ് ഗ്രഹങ്ങളെല്ലാം തന്നെയും ബന്ധുക്കളാണ്. ഈ ജാതകത്തിനെയാണ് പറയുന്നത് രാശ്യാധിപ പൊരുത്തം നമ്മൾ നോക്കേണ്ടത്. ഇനി നമ്മൾക്ക് രാശ്യാധിപ പൊരുത്തം ഇല്ല എങ്കിൽ എന്താണ് ചെയ്യേണ്ടത്? അതായത് സീതാദേവിയുടെ പ്രതിമയിൽ നിഗൂഢമായി വീക്ഷിച്ചിരിക്കുന്ന അതും ശത്രുക്കളെ നശിപ്പിക്കുവാൻ സാധ്യതയുമുള്ളതുമായ കുദണ്ഡപാണിയുമായ ശ്രീ രാമപ്രതിമ യഥാവിധി, അതായത് മന്ത്രങ്ങളും വേദങ്ങളും എല്ലാം തന്നെ അനുഷ്ഠിച്ച് ബ്രാഹ്മണന് ദാനം ചെയ്താൽ അതിൻ്റെ പ്രതിവിധിയായി ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇത് നമ്മൾ എല്ലാവരും ശ്രദ്ധയോടുകൂടി കാണുകയും അതുപോലെ തന്നെ അതിനുള്ള പരിഹാരങ്ങൾ നമ്മൾ അനുഷ്ഠിക്കുകയും ചെയ്താൽ തീർച്ചയായും ജ്യോതിഷമെന്ന് പറയുന്നത് നമ്മൾ വെറുതെ പറയുന്നതല്ല, അതിൽ സത്യമായിട്ടുള്ള കാര്യങ്ങളാണ്. അത് നമ്മൾ വിശ്വസിച്ചെങ്കിൽ നമ്മൾക്ക് അതിൻ്റേതായിട്ടുള്ള ഗുണങ്ങൾ തീർച്ചയായിട്ടും ഉണ്ടാകും എന്ന് സത്യം തന്നെയാണ്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നുവെങ്കിൽ ലൈക്ക് ചെയ്യുവാനും കമൻറ്റ് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും സബ്സ്ക്രൈബ് ചെയ്യുവാനും മറക്കരുതുമെന്ന് വളരെ വിനയത്തോടെ പറഞ്ഞുകൊണ്ട് നിങ്ങൾക്കെല്ലാവർക്കും നന്ദി, നമസ്കാരം.